നിങ്ങൾ ധൂർത്തും അഴിമതിയും നിങ്ങളുടെ പാർട്ടി പ്രവർത്തനം നടത്താൻ വേണ്ടി നടത്തിയ റബ്കോയ്ക്ക് വീണ്ടും 10 കോടി എടുത്തു വെക്കാൻ നിങ്ങൾക്ക് ഒരു മടിയില്ല സർ. ഇവിടെ ഏത് സാമൂഹ്യ ഉദ്ധാരണം നടത്താൻ വേണ്ടിയാണ് സർ നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ്? അതിനുശേഷം അടുത്തത് എന്ന് വേണ്ട, ഇന്ന് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യം നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവണം. ഈ സർക്കാർ ഡയറക്ഷൻ ലെസ്സായി കഴിഞ്ഞ് ഇത്രയും കാലം പോയതിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലും വലിയ തകർച്ചയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തകർച്ച നേരിടുന്ന കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖല ഊർജ്ജശ്വാസം വലിക്കുന്നതിലേക്ക് തകർന്നു പോകാൻ കാരണം നിങ്ങൾ ആ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. ഇന്ന് ഈ സംസ്ഥാനത്ത് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് എന്തിന്റെ പേരിലാണ് സാർ? വന്യജീവി ആക്രമണങ്ങളുടെ പേരിലാണ്. അവരാരും തെറ്റും ചെയ്തിട്ടല്ല. ഈ സംസ്ഥാനത്തെ സാധാരണ ജനത്തിന് ജീവിക്കാനുള്ള അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഒരു സർക്കാർ ഈ തവണ വന്യജീവി ആക്രമണത്തിന് വേണ്ടി കഴിഞ്ഞ തവണ മാറ്റിവെച്ച പൈസയുടെ 50% പോലും ചെലവാക്കിയില്ല സർ. ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ കിണങ്ങ് കുഴിക്കാൻ വേണ്ടി, കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി, അതിനൊന്നും ഈ സർക്കാരിന് പൈസയില്ല. ഈ റബ്കോ പോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ പൊതുമേഖലാ സ്ഥാപനം ആയിരക്കണക്കിന് കോടി രൂപ ഈ സംസ്ഥാന ഖജനാവിന് ബാധ്യതയായി മാറുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇപ്പോഴും നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ രക്ഷയിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ വികസനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ നിങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു ഡോക്യുമെന്റായി ബഡ്ജറ്റിനെ മാറ്റി എന്നുള്ളതാണ് സാർ എന്റെ ആക്ഷേപം.